പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, CSI, CNI, അതുപോലെ എവാഞ്ചലിക്കൽ സഭകൾ, കാൽഡിയൻ സഭകൾ, മാർത്തോമാ സഭ, വിവിധ പെന്തക്കോസ്ത് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, ഇവയുടെ വൈദിക ശ്രേഷ്ഠരെ, വൈദികരെ, പാസ്റ്റർമാരെ, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നയിക്കുന്ന, നിങ്ങൾ അജപാലനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയും ഒരു ചെറിയ സന്ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലരും എന്നെ അറിയും. ഞാൻ ജെയിംസ് മഞ്ഞാക്കൽ, MSFS. 20 വർഷക്കാലത്തോളം കേരളത്തിൽ അങ്ങുമിങ്ങും ഓടി നടന്ന് ഇടവകകളിൽ, കോളേജുകളിൽ ഒക്കെ ധ്യാനങ്ങൾ കൊടുത്തു. അവസാനം കർത്താവ് പറഞ്ഞ പ്രകാരം കാരിസ് ഭവൻ സ്ഥാപിച്ചു. ധാരാളം പേർക്ക് ആധ്യാത്മിക അജപാലനം നൽകുന്ന ഒരു സെൻ്ററാണല്ലോ കാരിസ് ഭവൻ. അതിനുശേഷം ഞാൻ വിദേശത്തേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നു. അറിയാൻ പാടില്ലാത്തവരോട് പറയുകയാണ്. എപ്പോഴും കേരളവുമായിട്ടും കേരള സഭയുമായിട്ടും അടുത്ത ബന്ധം ഞാൻ പുലർത്തുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, രാഷ്ട്രീയ, സാമൂഹിക, മതാത്മക സാഹചര്യത്തിൽ നമ്മൾ ഏറെ വിശ്വാസ പ്രതിസന്ധിയിലൂടെ, മൂല്യച്യുതിയിലൂടെ കടന്നു പോകുന്നു. ഈ അവസരത്തിൽ പല ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്തു ചെയ്യണമെന്ന്. ഒരു വലിയ കൺഫ്യൂഷൻ, ഒരു കെയോസ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ണീരോടെ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ചില ചിന്താശകലങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. 1 മിനിറ്റ് കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആകാം. കർത്താവേ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ കേൾവിക്കാർക്ക് അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. വിജ്ഞാനം, അറിവ് ഇവയെല്ലാം കൊണ്ട് അവരെ നിറയ്ക്കണമേ. എന്നെയും അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഒരു പുരോഹിതൻ പങ്കുവെക്കുമ്പോൾ അങ്ങ് കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ 50 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ച് ചിന്തിച്ച് പറയുന്ന ഈ വാക്കുകൾ പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠന്മാർക്കും, വൈദികർക്കും, കന്യാസികൾക്കും, സഭയെ നയിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, നല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ, ആരെയും വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഒരു സന്ദേശം ഞാൻ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം ഞാൻ കണ്ടത്, അത് നമ്മൾ ക്രിസ്ത്യാനികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതിനെപ്പറ്റി ധാരാളമായിട്ട് വിമർശനം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ, അതോ നാം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഞാൻ രാഷ്ട്രീയം എന്ന് പറയില്ല, പിന്നെയോ ദൈവാത്മകമായ ഒരു പാർട്ടി, ക്രിസ്തുവിനെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പാർട്ടി ആയി തീരുകയല്ലേ ഇന്നിൻ്റെ ആവശ്യം? ഇന്ന് തിരുസഭയാകുന്ന നൗക ഒരു പക്ഷെങ്കിൽ ആഴിയിലേക്ക് വീഴുകയാണ്, തകരുകയാണ്. ഞാനത് പ്രത്യേക ഒരു ഡിനോമിനേഷനെ എടുത്തു പറയുന്നില്ല, പ്രത്യേക ഒരു സഭയെ എടുത്തു പറയുന്നില്ല. കത്തോലിക്ക സഭയായാലും, ഓർത്തഡോക്സ് സഭയായാലും, യാക്കോബായ സഭയായാലും, മർത്തോമ ആയാലും, എല്ലായിടത്തും ഈ വിശ്വാസ പ്രതിസന്ധിയും മൂല്യച്യുതിയും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ അപ്പസ്തോലന്മാർ ആ നൗകയിൽ ഇരുന്നു കൊണ്ട് കോളിളക്കമുണ്ടായപ്പോൾ കർത്താവേ വരണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ നാമും പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു പാർട്ടികളെയും കൊടിക്കീഴിൽ പോകാതെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന കൊടിക്കീഴിൽ നമുക്ക് ഒന്നായി തീർന്നുകൊണ്ട് ശക്തി ആർജിക്കാം. അങ്ങനെ നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന
നഷ്ടപ്പെട്ടു പോയ ആ പേര്, ആ സംജ്ഞ, അതിൻ്റെ മാന്യത നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇന്ന് നമുക്കറിയാം, വിവിധങ്ങളായ സഭകളിലെ കിടമത്സരങ്ങളും സഭയ്ക്കുള്ളിലെ കിടമത്സരങ്ങളും എല്ലാം കൂടി സഭയെ തകർത്തിരിക്കുന്നു. ഞാൻ സഭ എന്ന് പറയുമ്പോൾ ഞാനൊരു കത്തോലിക്കൻ ആണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത്. യേശുവിൻ്റെ മൗലിക ശരീരം വ്യത്യസ്തമായ രീതിയിൽ ഒരു പക്ഷെങ്കിൽ ബലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധനാക്രമങ്ങൾ നടത്തുന്നു. ഇതിന് ഉപരിയായിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തി ആർജിക്കണം, ഒരു സംഘടനയായിത്തീരണം. ഞാൻ പറയുമ്പോൾ ലൗകികമായ ഒരു സംഘടനയല്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയമായി സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സിംഹമായി മാറണം. കേരളത്തിൽ ക്രിസ്ത്യാനികൾ നിശ്ചയമായിട്ടും ഞാൻ പറയും സിംഹക്കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞാൽ, ഏറെ മറ്റു മതസ്ഥർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത കൂട്ടരായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അവരെയൊക്കെ കാണുമ്പോൾ മറ്റ് ഇതര മതസ്ഥർക്ക് ബഹുമാനമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കളഞ്ഞു കുളിച്ചു. അതിന് പ്രധാന കാരണം യേശുക്രിസ്തു നമുക്കായി തന്ന ആ വലിയ കൽപ്പന, പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പന, അത് നമ്മൾ ലംഘിച്ചു. നമുക്കറിയാം, ആരാധനാക്രമത്തിൻ്റെ പേരിലും ഒരു റീത്തിൻ്റെ പേരിലും വിഭാഗീയതയുടെ പേരിലും എന്താണ്, കുട്ടിയെ കുളിപ്പിച്ച് പാടയോടെ കളഞ്ഞു എന്ന് പറയുന്ന പോലെ, അതെ, ഏറെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടിപിടി വെച്ച് യേശുവിനെ നഷ്ടമാക്കിയിരിക്കുന്നു ഇന്ന് സഭകൾക്ക്. നമുക്ക് വേണ്ടത് യേശുവാണ്, ആചാരങ്ങളല്ല, കർമ്മങ്ങളല്ല. മാത്രമല്ല, ഈ നാളുകൾ ഭൗമികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ വില കൂട്ടാനോ അല്ലെങ്കിൽ മറ്റ് കുടിയിറക്ക് പ്രശ്നങ്ങളോ മുല്ലപ്പെരിയാറോ ഇങ്ങനെയുള്ള ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രിയ ക്രൈസ്തവ നേതൃത്വത്തിലിരിക്കുന്നവരെ നാം ശ്രമിക്കേണ്ടത്? അതോ അതിനുപരിയായി തകർന്നുപോയ ഈ നൗകയെ, തിരുസഭയെ കെട്ടിപ്പടുത്ത് ആ നെഹെമ്യ പ്രവാചകനെ പോലെയോ ഇതര പ്രവാചകന്മാരെ പോലെയോ അത് നമ്മുടെ സഭയുടെ ഭിത്തികളൊന്ന് കെട്ടി ആ ഭിത്തികൾ ബലപ്പെടുത്തി സഭയെ ശക്തീകരിക്കുകയല്ലേ നാം ഇന്ന് ചെയ്യേണ്ടത്? അത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനം 124:8. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിലുമായിരിക്കരുത്, രാഷ്ട്രീയ നേതാക്കളിലായിരിക്കരുത് നമ്മുടെ ആശ്രയം. നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലായിരിക്കണം. ആ കർത്താവ് പറയുന്നു, കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. ആ സംരക്ഷണമാണ് നമുക്ക് ആവശ്യം. സങ്കീർത്തനം 125:2. കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. പ്രിയപ്പെട്ട, നമുക്കിന്ന് വിശ്വസിക്കാം. ഇന്ന് വിശ്വാസ പ്രതിസന്ധി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അനുധാവനം ചെയ്യാതിരിക്കുന്നു. നമുക്ക് ആചാരങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആന്തരികത നഷ്ടപ്പെട്ടു, ആന്തരിക ചൈതന്യം നഷ്ടപ്പെട്ടു. എന്താണ് ഈ ആന്തരിക ചൈതന്യം? ബാഹ്യമായതെല്ലാം നമുക്കുണ്ട്. 1-2 തിമോത്തി 3:1 മുതൽ 6 വരെ വചനങ്ങളിൽ പറയുന്നത് പോലെ എല്ലാത്തര തിന്മകളുമുണ്ട്. എന്നാൽ എല്ലാം മൂടി വെച്ചുകൊണ്ട് ബാഹ്യമായ ആചാരങ്ങളും കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ആന്തരികമായ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവർത്തനം 1:8. ആത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും ജൂഡയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ എൻ്റെ സാക്ഷികളായി തീരുമെന്ന്. ആ ശക്തി, ആ ആത്മാവ് സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്,
റോമാക്കാർക്ക് ലേഖനം അധ്യായം 5:5 പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ നമുക്കൊന്നായി ബലമുള്ളവരായി തീരണം. ഇവിടെ നിത്യജീവൻ, അതായത് യേശുക്രിസ്തുവിനുള്ള ജീവിതമാണ് നമ്മുടെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കേണ്ടത്. ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ആ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ എവിടെയോ ഞാൻ വായിച്ചതുപോലെ അരി പോയാൽ ഇത് ഉണ്ടാക്കാം, തുണി പോയാലും ഉണ്ടാക്കാം, എന്നാൽ പ്രാണം പോയാൽ ഉണ്ണികളെ പുനരുത്ഥാനമില്ല, ആ പുനരുണ്ടാക്കുക സാധ്യമല്ല എന്നെവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. നമുക്ക് ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. റബ്ബർ വില കൂട്ടാനോ അല്ലെങ്കിൽ ബഫർ സ്റ്റോൺ പരിപാടികൾക്ക് കൺട്രോൾ വരുത്താനോ മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയാനൊക്കെ സാധിക്കും. പക്ഷേ നമുക്ക് നഷ്ടമായിരിക്കുന്നത് രക്ഷയാണ്. നമ്മുടെ ജനങ്ങൾ ഇന്ന് രക്ഷ നഷ്ടപ്പെട്ടു, നിത്യജീവൻ നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കണം മക്കളെ. എത്രയോ പേരാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ നമ്മൾ മതശ്രേഷ്ഠന്മാരുടെയും വൈദികരുടെയും ഇപ്രകാരമുള്ള, ഞാൻ പച്ചക്കെ പറയുന്നു, അടിപിടിയും കലഹവും വാശിയും കാരണം പള്ളിയെ തിരിഞ്ഞു നോക്കാത്തവർ, വിശ്വാസം ത്യജിച്ചവർ. പ്രിയമുള്ളവരെ, ഇവിടെ ലവ്, ജിഹാദ് തുടങ്ങിയ പല പ്രശ്നങ്ങളെപ്പറ്റിയും പറയാറുണ്ട്. എന്തുകൊണ്ട് മറ്റു മരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നു? ഇവിടെ വലിയൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ മക്കൾ കാണുന്നില്ല. ഒരു വീടാണെങ്കിലും അപ്പനും അമ്മയും സ്നേഹത്തിൽ മക്കളെ വളർത്തിയില്ലെങ്കിൽ ആ സ്നേഹരാഹിത്യത്തിൽ സ്നേഹം അന്വേഷിച്ചു പോകും. ഏത് മഠത്തിലായാലും ഏത് സ്ഥലങ്ങളിലായാലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവ് സ്ഥാപിച്ച ഈ തിരുസഭയിൽ ഈ സ്നേഹമാണ് കാണേണ്ടത്. ഞാൻ ഇന്ന് രാവിലെ ഗൂഗിൾ നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആകപ്പാടെ 2% ക്രിസ്ത്യാനികൾക്ക് ഏകദേശം 430 വിവിധ ക്രൈസ്തവ സഭകളുണ്ട്. അത് തന്നെ ഒരു നാണംകേടല്ലേ എന്ന് ആലോചിച്ചു നോക്കൂ. ഇനി അതിലെ എത്രയോ വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ. ഇത് തന്നെ അധികമല്ലേ? ഞാനിവിടെ പറയുമ്പോൾ ഒരു വിഷയം നിങ്ങൾ ചില യോജിക്കും. അപ്പൊ കത്തോലിക്കൻ അല്ലാതിരിക്കണമോ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് അല്ലാതിരിക്കണമോ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലാതിരിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഇല്ല. ഓരോരുത്തരുടെയും ഐഡന്റിറ്റി, തന്മയത്വം നിലനിർത്തിക്കൊണ്ട് അതിനുപരിയായിട്ട് പരിശുദ്ധാത്മാവിൽ ഒരു ഐക്യം നേടിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകൂ. ഒന്ന്, ആ നിലനിൽപ്പിനേക്കാൾ അധികമായിട്ട് ആ ക്രൂശിലെ ഈശോയുടെ ദാഹം, ആ യേശുവിൻ്റെ ദാഹം തീർക്കാൻ സാധിക്കൂ. ആത്മാക്കൾക്കായി ദാഹിക്കുന്ന ദാഹം. ഇന്ന് പ്രിയമുള്ളവരെ, പുറത്തുള്ള ജാതിക്കാരെ മാമോദീസ കൊടുത്ത് ഇങ്ങോട്ട് ചേർക്കുന്നതിനേക്കാൾ അധികം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ സഭകളിൽ. അത് പറയുമ്പോൾ വിഷമമുണ്ട്. സഭകളിൽ ഇല്ല. കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ, തിരുസഭ. മനുഷ്യനാണ് അതിനെ വിഭജിച്ചത് എന്ന് മറക്കരുത്. റീത്തുകളുടെ പേരും പ്രാദേശികരുടെ പേരിലും ആചാരങ്ങളുടെ പേരിലൊക്കെ വിഭജനങ്ങൾ ഉണ്ടായത്. ഇതുതന്നെ നമുക്ക് ഒരു സാക്ഷ്യമല്ല എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇതിനുപരിയായിട്ട് പരിശുദ്ധാത്മാവിലുള്ളൊരു ചിന്താഗതി കടന്നു വരണം നമുക്ക്. നമുക്കറിയാം, നഷ്ടമാകുന്നത് നിത്യജീവൻ ആണ്. നഷ്ടമാകുന്നത് നിത്യജീവനാണ്. നമുക്കത് വീണ്ടെടുക്കേണ്ട ഒരു കാലഘട്ടം. പ്രിയ അജപാലകരെ, മെത്രാന്മാരോ മെത്രാപ്പൊലീത്തമാരോ അച്ഛന്മാരോ ഒരുപക്ഷെ ഡീക്കന്മാരോ പാസ്റ്റർമാരോ എന്നെ കേൾക്കുന്ന കന്യാസികളൊക്കെ ആയിരിക്കട്ടെ, ഒന്ന് ചിന്തിക്കണേ. കർത്താവ് പറഞ്ഞ വചനം, കർത്താവ് തൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്ത തിരുസഭയിലെ ജനങ്ങൾക്ക് അജപാലനം ചെയ്യുവാനാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ മറന്നു പോകരുത് അക്കാര്യം. പഴയ നിമിത്തത്തിൽ എസെക്കിയേൽ പ്രവാചകൻ 34 അജപാലകരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ജനം ചിതറിക്കപ്പെട്ടിരിക്കുന്നു, ആടുകൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ മുറിവുകൾ വെച്ച് കെട്ടാൻ ആളില്ല, അവരെ കൂട്ടി തിരിച്ചു കൊണ്ടുവരാൻ ആളില്ല. ഇതൊക്കെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ഇടയന്മാരെ, നമുക്ക്
അതെ കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒന്നായി തീരാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം നമുക്ക് നടത്തിയേ മതിയാവും. എൻ്റെ ജനം നശിക്കുന്നു എന്ന് പ്രവാചകന്മാരിലൂടെ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ ക്രൈസ്തവത്വം, ക്രിസ്തീയത നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അടിപിടി വെക്കേണ്ട സമയമല്ല, കിടമത്സരത്തിൻ്റെ സമയമല്ല. ഇപ്പോൾ നമുക്ക് ഒന്നുചേരാം. പ്രായോഗികമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൻ്റെ മധ്യത്തിൽ എവിടെയെങ്കിലും എല്ലാ മെത്രാപ്പോലീത്തമാരും, അതായത് ഈ വിഭാഗീയത കൂടാതെ ഓർത്തഡോക്സിലെയും യാക്കോബായിലെയും മർത്തോമായിലെയും ശിവസായിലെയും പെന്തുക്കുസ്തിലെ പോലും നേതാക്കന്മാരെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കോൺഫറൻസ്, ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ ഒരു ബിഷപ്സ് കോൺഫറൻസ് അല്ല, പിന്നെ നേതാക്കന്മാർ നേതൃത്വം നിൽക്കുന്ന എല്ലാവരും കൂടി സ്നേഹത്തിലൊരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് ആത്മാവിനെ വിളിച്ച് ഇന്നത്തെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് നമുക്കൊന്നാകാം. യേശുവിൻ്റെ നാമത്തിൽ ഒന്നാകാം. രക്ഷ യേശുവിൻ്റെ നാമത്തിൽ മാത്രം. നമുക്ക് ഒന്നായി തീരാൻ പല പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തു ഏക രക്ഷകനാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് ഒന്നുചേരാം. നമ്മുടെ ജനങ്ങളെ ഇത് പഠിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ മുതൽ നമുക്ക് ഈ വിജ്ഞാനം പകർന്നു കൊടുക്കണം. എൻ്റെ യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന്. ആ യേശുവിൽ നമുക്ക് ഒന്നായിത്തീരണം. രണ്ടാമതായിട്ട് കൽപ്പനകൾ പാലിച്ച് അവനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായിരിക്കണം നാം. യേശുക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാമത്. അപ്പോൾ ഇതിനാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, നാം പഠിക്കേണ്ടത്, സ്നേഹിക്കുവാനായിട്ടുള്ള കൽപ്പന. ഇന്നതല്ലേ നമ്മൾ നഷ്ടമാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ശക്തരായില്ല എങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു, അന്ധചിത്രമുള്ള ഭവനവും സഭയും രാജ്യവും നശിക്കും. മത്തായി 12:25 പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ നശിക്കാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നമുക്ക് ഒന്നായി തീരാം. ഏത് ക്രിസ്തീയ മതവിവാഹമായാലും, ഓർത്തഡോക്സോ കത്തോലിക്കനോ പ്രൊട്ടസ്റ്റന്റോ എല്ലാവരും സ്നാനം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ ആ സ്നാനം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ, അവരൊന്നു ചേരുന്നതാണ് കർത്താവിൻ്റെ ശരീരം. നമുക്ക് ഒന്നാകാം. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും അവരുടേതായ രീതിയിൽ ആരാധനാക്രമങ്ങൾ നടത്തിക്കോട്ടെ, അവരവരുടെ രീതിയിൽ സംസ്കാരത്തിൽ ജീവിച്ചോട്ടെ. പക്ഷേ ആഴമായ കാര്യത്തിൽ നമുക്കൊന്നായിത്തീരണം. യേശുനാഥനെ ചുറ്റിപ്പറ്റി അവൻ രക്ഷകനാണ് എന്ന് പറഞ്ഞ് ആ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെല്ലാം വരുന്നത് 10 കൽപ്പനകളിൽ നിന്നാണ്. ഈ മൂല്യച്ചുരിയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. ഈ മൂല്യങ്ങൾ നഷ്ടമായിരിക്കുന്നു. പ്രിയ മക്കളെ, ഈ മൂല്യമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ ഇതര ജാതിക്കാരും സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മോടുകൂടി ഒന്നായി ചേരാൻ ആഗ്രഹിക്കും. എന്നാൽ മൂല്യച്ചുരി വന്ന ക്രൈസ്തവരാണെങ്കിൽ നടക്കുകയില്ല. ഇന്ന് നമ്മൾ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയവർ ആണ്. ഞാൻ അധികം പറയാതെ അറിയാം. ഞാനീ പറയുന്ന എക്കുമേനിസം അല്ല. നമുക്കറിയാം എക്കുമേനിസം എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് വിവിധ സഭകൾ ഒന്നിച്ചു കൂടാറുണ്ട്. എന്ത് വിശേഷം? ഞാൻ പറയുന്നത് ഈ എക്കുമേനിസം ഒരിക്കലും വിജയിക്കില്ല. കാരണം അധികാര സ്ഥാനത്തുള്ളവരുടെ അധികാരപ്രേമം എടുത്തു കളയണം. പണവും സ്ഥാപനങ്ങളും മാറ്റി നിർത്തണം. ഇതൊക്കെ മാറ്റി നിർത്തി ഏക കർത്താവായ യേശുവിൻ്റെ വിശ്വാസത്തിൽ അവനെ സ്നേഹിച്ചുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണം. ഒന്ന് ആലോചിച്ച് അടുത്ത ഒരു കാലത്ത് തന്നെ നിങ്ങൾ കേട്ടു, സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം യേശു പഠിപ്പിച്ച ഏക പ്രാർത്ഥനയാണത്. അതിനെ എത്ര വികലമായിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ പേരും പറഞ്ഞ് വിളിപ്പിച്ച് ആ സ്വർഗസ്ഥനായ പിതാവിനെ വികലമാക്കി യൂട്യൂബിലൂടെ പരസ്യപ്പെടുത്തി, ഇൻ്റർനെറ്റിലൂടെ പരസ്യപ്പെടുത്തി. യേശുവിൻ്റെ കാലത്ത് പോലും യേശുവിൻ്റെ ശത്രുക്കളെ ചെയ്ത് കാണില്ല.
അത്രമാത്രം നമ്മൾ അപമാനിതർ ആയിരിക്കുന്നു. അടുത്തൊരു നാളൊരു ഹിന്ദു പറയായിരുന്നു, അച്ഛാ ഞങ്ങളുടെ അമ്പലത്തിൽ പോലും പൂജാരികൾ പൂജ വയ്ക്കുന്ന സ്ഥലം പൂജ്യമായി കരുതും, ഇവിടെ അടിപിടി ഉണ്ടാക്കില്ല, പൂജ വയ്ക്കുന്ന സ്ഥലം അടച്ചിടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു. ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നതാണ്. അത് നമുക്ക് പ്രിയ മക്കളെ ഒന്നിച്ചേർന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവെങ്കിലും ചൊല്ലിക്കൊണ്ട് ഈ കോട്ടയത്തോ എറണാകുളത്തോ എവിടെയും ഒന്നിച്ചുകൂടാ. ഇതിനത് പറ്റില്ല. കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്ന ഏക ജപം പോലും ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് ചൊല്ലുന്നത്. ലത്തീൻകാരൻ ഒരു രീതിയിൽ, ശിരോ മലബാർ വേറൊരു രീതിയിൽ, മലങ്കരക്കാർ വേറൊരു രീതിയിൽ, മർത്തോമാക്കാരനും ജാക്കോബയക്കാരെങ്കിൽ CSക്കാരും വേറെ തരത്തിൽ. അതെ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പോലും ഒന്നിച്ച് ഒരേ രീതിയിൽ ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? നമുക്ക് അനുരജ്ഞനം ആവശ്യമാണ്. അനുരജ്ഞനം അവൻ്റെ കുരിശിലൂടെ ഒഴുകിയ രക്തത്തിലൂടെ വിദൂരസ്ഥരായിരിക്കും നമുക്ക്. നമ്മൾ വിദൂരസ്ഥരല്ല, കേരളത്തിൽ തന്നെയാണ്, പക്ഷെ മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞ വിദൂരസ്ഥരായ നമുക്ക് സമീപസ്ഥരാകാം. അതെ, മതിലുകൾ തകർക്കാം. അവനിൽ എല്ലാ ശത്രുടെയും മതിലുകൾ തകർക്കാം. അത് നമുക്ക് ഉച്ചനീചത്വങ്ങൾ വേണ്ട. കത്തോലിക്കൻ ചിന്തിക്കാതിരിക്കട്ടെ ഞങ്ങളാണ് മുന്തിയവർ, അല്ലെങ്കിൽ യാക്കോബയക്കാരനോ മർത്തോമായക്കാരനോ ചിന്തിക്കാതിരിക്കട്ടെ ഞങ്ങൾ മുന്തിയവരാ. മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന പരിപാടി ഇല്ല. പെന്തക്കോസ്തുകാര് അതെ അവരെ മാറ്റി നിർത്തുക അല്ല. യേശുവിൽ വിശ്വസിക്കപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. ആ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് അതെ നമ്മുടെ ഇടയിൽ ഇനിയും ഉണ്ടാവേണ്ടത്. അത് ഇന്നിൻ്റെ ഒരു ആവശ്യമാണ്. ഇന്നിൻ്റെ ആവശ്യമാണ്. ഇതിനെ മുൻകൈ എടുക്കേണ്ടത് നിശ്ചയമായിട്ടും വൈദിക ശ്രേഷ്ഠന്മാർ. അതുകൊണ്ടാണ് വൈദികരോടും വൈദിക ശ്രേഷ്ഠന്മാരോടും ഞാനിത് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ രാഷ്ട്രീയം യേശുവിലുള്ള രാഷ്ട്രീയമാണ്. യേശുവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതാത് ഇന്ന് ഈ ഭൗമികായത, സെക്കുലറിസം, പിശാച് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ സഭയിലേക്കും ഊതിയതിൻ്റെ ഫലമായി ഏറെ ആധ്യാത്മികത നഷ്ടപ്പെട്ടവരായി മാറി. നമ്മൾ പുറമേയുള്ള ബാഹ്യതയിലുള്ള അത് ക്രിസ്ത്യാനികളായി മാറി. നമുക്കിത് മാറണം പ്രിയ മക്കളെ. യേശുവിൽ ഒന്നായി അതെ ഒരു ഐക്യമത്യം മഹാബലം എന്ന ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് അതെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ചാരാതെ ആരെയും കീഴടങ്ങാതെ നമ്മുടെ സ്വാതന്ത്ര്യം പണയം വെക്കാതെ നമ്മുടെ പണയം നമുക്ക് സ്വാതന്ത്ര്യം ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യം തന്ന യേശുവിന് അടിയറ വെച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹ കൊടിയിൽ കീഴിൽ നമുക്ക് അത് ഒന്നാകാം. അത് അവിടുത്തെ ജനമാകാം. അത് യേശു നമ്മുടെ കൂടെ ഉണ്ട്, മറക്കരുത്. അതെ, നമ്മുടെ മുഴുവൻ ആശ്രയം, നമ്മുടെ മുഴുവൻ അത് ബലം അവിടുന്ന് ആയിരിക്കട്ടെ. അതെ, ഈ പെസഹ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അതെ യേശുവിൻ്റെ പേര് തന്നെ എമ്മാനുവൽ, നമ്മോട് കൂടെ. ആരെ ഭയപ്പെടണം? യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഈ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, യേശുനാഥന്റെ കാലത്ത് അത് നമുക്കറിയാം. ഹെറോദേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? പോയി ആ കുറുക്കനോട് പറയൂ, ഞാൻ ഇപ്പൊ പ്രസംഗിക്കും, അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. അതെ, 3-ാം ദിവസം ഞാൻ വധിക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയ, ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. പ്രിയ വൈദികരെ, പ്രിയ കന്യാസികളെ, പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരെ, പാസ്റ്റന്മാരെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പ് വരുത്താം. 2 പത്രോസ് 1:10 പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പിക്കുക. എന്താണ് നമ്മുടെ വിളി? കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചത്, ആ കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചത്. ഈ ഓർമ്മയിലായിരിക്കട്ടെ അതെ നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഏറെ പരിത്യാഗം അനുഷ്ഠിക്കണം, ഏറെ ത്യാഗം ചെയ്യണം. നമ്മുടെ കൂടാശകളിൽ പ്രാർത്ഥനകൾക്കിടുന്ന ആത്മാവിന് ശക്തിയിൽ ഊർജ്ജസ്വലരാകണം. അതെ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോയേൽ പ്രവാചകൻ അധ്യായം 2:17, കർത്താവിൻ്റെ ശുശ്രൂഷകരും പുരോഹിതന്മാരും പൂമുഖത്തിനും ബലിപീഠത്തിനും മുമ്പിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എവിടെയും ഒന്നിച്ചുകൂടാം, കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി. നമുക്കവിടെ മാറ്റി നിർത്തണ്ട. കത്തോലിക്കൻ, മത്തോമായക്കാരൻ, CSIക്കാരൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തണ്ട. ഒന്നായി, യേശുവിലൊന്നായി നമുക്ക് ശുശ്രൂഷകരും പുരോഹിതരും. അപ്പൊ അവർ ചെയ്യുമ്പോൾ മറ്റുള്ള ജനങ്ങളും ഒത്തുചേരും. കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവിന് മുമ്പിൽ. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങൾ 2:19. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഹൃദയം ജലധാര പോലെ ഒഴുക്കട്ടെ. നോക്കൂ, വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കർത്താവ് ഇവിടെ പറയുന്നത് ആഹാരമില്ലാതെ അപ്പോ റൊട്ടിയോ അല്ലെങ്കിൽ വെള്ളവും ഇല്ലാതെ ഇരിക്കുന്ന ശാരീരികമായിട്ട് പാവങ്ങളായവരെ പറ്റിയല്ല, ആധ്യാത്മികമായിട്ട് പാവങ്ങളായവർ. ആധ്യാത്മികമായ ജീവന്റെ അപ്പം കിട്ടാതെ, ആ ജീവന്റെ അപ്പം യേശുക്രിസ്തുവാണ്. അവിടുത്തെ ആ ജീവജലം കിട്ടാതെ അത് പരിശുദ്ധാത്മാവാണ്. ദാഹവും വിശപ്പും മൂലം മരിക്കുന്നവരേറെ പേർ കേരളത്തിലുണ്ട്. അത് ഇടയാകാതിരിക്കുവാൻ നമ്മൾ ഒന്നിച്ചു ചേരണം. നമുക്ക് എവിടെയും കൂടാം. എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നാം ഇന്നുവരെ കൊടുത്ത ഉദപ്പുകൾക്ക്, തിന്മകൾക്ക്, പാപങ്ങൾക്ക് നമ്മുടെ ജനത്തോട് മാപ്പ് ചോദിക്കാം. ഞാൻ പറയും, കമന്ന് വീണ് മാപ്പ് ചോദിക്കണം. നാം അത്രമാത്രം ജനങ്ങളുടെ മുമ്പിൽ തിന്മ ചെയ്തു പോയി. ആ ഉരപ്പുകൾ കൊടുത്തു പലതരത്തിലും. ധാർമ്മിക മൂല്യങ്ങൾ പോലും നമ്മൾ തച്ചുടച്ചു, മൂലച്ചുരി വരുത്തി. നമ്മൾ കമന്ന് വീണക്ക് നമ്മുടെ കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജനത്തോടും അവർ നിശ്ചയമായിട്ടും ക്ഷമിക്കും. അപ്പോൾ നമ്മുടെ സഭയെ പടുത്തുയർത്താൻ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഭിന്നിച്ചു നിന്നാൽ അവർക്ക് നമ്മളോട് ഒന്നാകാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ മക്കളെ, പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങൾക്കറിയാം, മെൻബറോട് അടുത്തൊരു വൈദികനാണ്. വളരെ സ്നേഹത്തോടെ ഈ പ്രായത്തിൽ പറയുകയാണ്, നമുക്ക് എൻ്റെ എന്നുള്ള ധാരണകൾ മാറ്റിക്കൊണ്ട് നമ്മുടെ സഭയെ, നമ്മുടെ സഭ എന്ന ധാരണയിൽ നമുക്ക് പടുത്തുയർത്താം. ഇതായിരിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയം, ഇതായിരിക്കട്ടെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത. അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുക. അപ്പോൾ നമുക്ക് ആദരവ് കിട്ടും, ബഹുമാനം കിട്ടും. ഇനിയും ഒരു പക്ഷെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിച്ചേക്കാം ഒരു പാർട്ടി ഉണ്ടാക്കാൻ. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ട്. നമുക്കും സാധിക്കും. പക്ഷെ ഒന്നിച്ചു ചേർന്നാലേ പറ്റൂ. പണ്ട് ചെറുപ്പത്തിൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ പട്ടികളെല്ലാം കൂടി ഒരു ദൈവത്തിൻ്റെ അടുക്ക ചെന്നു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോയാലും ആളുകൾ ഞങ്ങളെ കല്ലെറിയുകയാണ്. അത് കില്ലപ്പട്ടികളാകട്ടോ. അപ്പോൾ ആ ദൈവം പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ സംഘടിച്ചു വരികയാണെങ്കിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. കാരണം ആ ദൈവത്തിനറിയാം ഇവർ സംഘടിക്കുകയെന്ന്. ഹല്ലേലൂയ. ഇനി നമ്മുടെ സ്ഥിതി അതാണ്. നമ്മൾ സംഘടിച്ചാൽ നമ്മൾ വിജയിക്കും. എന്നാൽ നമ്മൾ സംഘടിക്കുന്നില്ല. എന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ പ്രിയമക്കളെ സംഘടിക്കാം, ഒന്നായിത്തീരാം, നമ്മുടെ കേരളത്തെ രക്ഷിക്കാം. കേരളത്തെ ക്രിസ്ത്യാനികളെ മാത്രമല്ല, നമ്മളിലൂടെയാണ് മറ്റു മതസ്ഥരുടെയും മറ്റു ജാതിപ്പെട്ടവരുടെയും രക്ഷ എന്ന കാര്യം മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാ ജീവിക്കുന്നത് കാണുവാനായിട്ട് നെടുവീർപ്പ് കൊള്ളുന്നു. അങ്ങനെയുള്ള ഒരു ജനതയുണ്ട് നമ്മുടെ ചുറ്റും. അത് മറക്കരുത്. അതായത് നമ്മൾ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റും. നമുക്ക് അവരെ നിരാശപ്പെടുത്തരുത്. നമുക്ക് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വന്ന് ഒരു പുതിയ ജീവിതം കഴിക്കാം. യേശുനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17. നമുക്ക് പുതിയ വ്യക്തികളാകാം, പഴയതെല്ലാം മറക്കാം. പഴയ കാലത്ത് ഇങ്ങനെ ഡിനോമിനേഷൻ തിരിഞ്ഞും ഒരു പക്ഷേ റീത്തുകൾ മാറിയൊക്കെ അടിപൊളി വെച്ചു. അതെല്ലാം നമുക്ക് മറക്കാം. ജനങ്ങളോടും ക്ഷമ ചോദിച്ച് എന്നിട്ട് നമുക്ക് അതിനുപരിയായി ഒരു സമൂഹമാകാം, ശക്തമായ ഒരു സമൂഹമായി മാറാം. മക്കളെ,
കർത്താവ് അപ്പോക്കാലിപ്സ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി അത് നമുക്ക് കരകരമാക്കണം, അത് യേശുവിനോട് കൂടെ ആക്കണം. അപ്പോൾ ഒരു നവകേരളം കെട്ടിപ്പടുത്ത് ഉയർത്തുവാൻ സാധിക്കും. അത് നിശ്ചയമായിട്ടും അപ്പോൾ പണ്ട് കാലത്ത് എപ്രകാരം മറ്റു ജാതിക്കാർ, മറ്റു വിശ്വാസികൾ നമ്മളെ ബഹുമാനത്തോടെ നോക്കിയോ, അതുപോലെ ബഹുമാനത്തോടെ നോക്കും, ആദരിക്കും. നിശ്ചയമായിട്ടും യേശുനാഥൻ നമ്മളിലൂടെ ഈ ക്രൈസ്തവ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും. ഇതാണ് യഥാർത്ഥ സുവിശേഷീകരണം. ഇതാണ് എനിക്ക് തരുവാനുള്ള സന്ദേശം. പ്രിയ വൈദികരെ, പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരെ, സിസ്റ്റേഴ്സ്, പാസ്റ്റർമാരെ, അത് എവിടെയെങ്കിലും ഒന്നിച്ചുകൂടാ, ഞാൻ വരാൻ തയ്യാറാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല വചനപ്രഘോഷകരുണ്ടല്ലോ. ആരോ വീഡിയോയിൽ പറയുണ്ടായി, എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വലിയ വലിയ പ്രസിദ്ധരായ ധ്യാനഗുരുക്കന്മാർ ഈ അവസരത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവർ മിണ്ടാത്തതിനൊരു കാരണമുണ്ട്. മിണ്ടിയാൽ അവർ ആരേലും ഒരു രീതിപ്പെട്ടവരോ ഒരു സമുദായത്തിൽപ്പെട്ടവരോ ആണ്. അപ്പോൾ അവരെ മറ്റുള്ളവർ ബഹുമാനിക്കില്ല. ഒരാൾ പറഞ്ഞാൽ പറയാം അത് യാക്കോബക്കാരനാണ്, അല്ല അവന് ശീറ മലബാറുകാരനാണ്, അവൻ ലത്തീൻകാരനല്ല മലങ്കരക്കാരൻ, അങ്ങനെ മാറ്റി നിർത്തും. പ്രിയമുള്ളവരെ, അതൊക്കെ മാറ്റി നമുക്ക് യേശുവിൻ്റെ വചനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒന്നുചേരാം. അത് വ്യാഖ്യാനിച്ചു തരുവാനുള്ള ജ്ഞാനഗുരുക്കന്മാർ പലരും ഉണ്ട് നമുക്ക്. അത് ഈ വീൽ ചെയറിലിരിക്കുന്ന എന്നെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് സമൃദ്ധമായ പരിശുദ്ധാത്മാവിന് നിറവുള്ള ശക്തമായി വചനം പ്രഘോഷിച്ച് മനസ്സിലാക്കി തരുന്ന നമുക്ക് ധ്യാനഗുരുക്കന്മാരുണ്ട്. അത് വിവിധ സഭകളിലുണ്ട്. ഒന്നിച്ചു ചേരാൻ നമുക്ക് ദയവായി. എന്നിട്ട് നമുക്ക് സംഘടിക്കാം, പരിശുദ്ധാത്മാവിൽ ശക്തരാകാം, അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒരു പാർട്ടികളെയും അല്ലെങ്കിൽ ഒരുത്തരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരും, നമുക്ക് വളരണം, ഒന്നായി മുന്നോട്ട് പോകണം. ആമേൻ. ഞാൻ കാരിസ് ഭവൻ അത് തുടങ്ങിയപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു ഗാനം നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി മൗലികതനുവിൻ അവയവമായി മുന്തിരി വള്ളി ശാഖകളായി ഒന്നായി യേശുവിൽ ഒരു ജനമായി ക്രൈസ്തവ സോദരരായി. ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി. അതിൻ്റെ പ്രിയ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെ, വിഭാഗിക ചിന്ത വെടിഞ്ഞ്, അതൊരു പാപമാണ് വിഭാഗിക ചിന്ത. നമുക്ക് തോളോട് തോൾ കൈയിട്ട് കരങ്ങൾ കോർത്ത് പിടിച്ച് ഒന്നായി പ്രാർത്ഥനയിൽ, പരിത്യാഗത്തിൽ നമ്മുടെ ശ്രേഷ്ഠത വീണ്ടെടുക്കാം, ശക്തരായിരിക്കാം, നവകേരളം കെട്ടിപ്പടുത്ത് ഉയർത്താം. ആമേൻ. കാരണം ഇവിടെ കർത്താവ് ഈ നിമിഷം ഈ വചനം, എൻ്റെ ഈ ചെറിയ പ്രസംഗം ശ്രവിച്ച ഓരോരുത്തരെയും അങ്ങേ തിരുമാറുടത്തിലേക്ക് അർപ്പിക്കുന്നു. ഈശോയെ, ഇതിൻ്റെ മാറ്റൊലി, ഇതിൻ്റെ തരംഗം ഏതെങ്കിലും ഒരാളെ സ്പർശിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. കർത്താവേ, അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച സ്നേഹം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സഭകളെയും നിറയ്ക്കണമേ, എല്ലാ വിശ്വാസികളെയും നിറയ്ക്കണമേ. സ്നേഹത്തിൻ്റെ ചങ്ങലയിൽ കോർത്തിണക്കി ഒന്നായി തീരുവാൻ കൃപ കൊടുക്കണമേ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരൂ, സ്നേഹം ഇവരിലേക്ക് ഒഴുകൂ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ബിഷപ്പ്മാരെയും, വൈദിക ശ്രേഷ്ഠന്മാരെയും, പേത്രിയാക്കീസ്മാരെയും, അതുപോലെ വൈദികരെയും കന്യാസികളെയും എല്ലാം അർപ്പിക്കുന്നു. ഈ ബോധ്യം അവർക്ക് കൊടുക്കണമേ. കർത്താവേ, ഈ മൂല്യച്യുതിയെപ്പറ്റി, ഈ വിശ്വാസ പ്രതിസന്ധിയെപ്പറ്റി ആഴമായ ബോധ്യം കൊടുക്കുകയും ഒന്നായി സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന സിംഹത്തെപ്പോലെ കേരള സഭ ഉണർന്ന് എഴുന്നേറ്റ് കർത്താവെ പ്രശോഭിക്കുവാൻ ഇടയാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശു ആരാധന. ആമേൻ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം സ്നേഹിക്കാം, ഒന്നായി മുന്നോട്ട് നീങ്ങാം. ആമേൻ. ഹല്ലേലൂയ.